നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ഒരേ ജോലി ചെയ്ത് മടുത്തോ? ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെന്നത് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി പേടിക്കേണ്ട. 2026 UAE നിരവധി അവസരങ്ങളാണ് പ്രവാസികൾക്കായി ഒരുക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ജോലികളായ നിർമ്മാണം, അക്കൗണ്ടന്റ്, ഹോട്ടൽ സ്റ്റാർ കീപ്പർ തുടങ്ങിയവയ്ക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഗ്രീൻ എനർജി, ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് പുതിയ അവസരങ്ങൾ 2026 നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ ദിനവും വികസനം കൊണ്ടുവരുന്ന രാജ്യമാണ് UAE. അതിനാൽ തന്നെ UAEയിലെ വികസന പദ്ധതികൾ കണക്കിലെടുത്താൽ ഈ വർഷം 10,000 കണക്കിന് പുതിയ അവസരങ്ങൾ നൽകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതേസമയം കരിയർ മാറ്റം ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കിടയിലുള്ള ഒരു ആശങ്കയാണ് എനിക്ക് ആ ഫീൽഡിൽ മുൻപരിചയമില്ലല്ലോ എന്ന ആശങ്ക. ഇതാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നതും. എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊരു പ്രശ്നമല്ലെന്നും ഈ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടെന്നും വ്യക്തമാകുന്നു. നിലവിലെ ജോലിയിൽ ഉപയോഗിക്കുന്ന പല കഴിവുകളും മറ്റൊരു മേഖലയിലും ആവശ്യമായിരിക്കും. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റ് തുടങ്ങിയവ. അതായത് സെയിൽസ് മേഖലയിലുള്ള ഒരാൾക്ക് ഇതേ കഴിവ് ഉപയോഗിച്ച് കസ്റ്റമർ റിലേഷൻസ് അല്ലെങ്കിൽ HR മേഖലയിലേക്ക് മാറാൻ സാധിക്കും. UAEയിലെ തൊഴിൽ വിപണി ഇപ്പോൾ ഡിഗ്രിയേക്കാൾ കൂടുതൽ സ്കില്ലുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതിനാൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ലിങ്ക്ഡിൻ എന്നിവ നൽകുന്ന ഓൺലൈൻ കോഴ്സുകൾ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പവഴിയാണ്. കൂടാതെ UAEയിൽ 70% ജോലികളും ലഭിക്കുന്നത് റഫറലുകൾ വഴിയാണ്. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുമായി ലിങ്ക്ഡിൻ വഴി ബന്ധപ്പെടാം. ഒപ്പം മലയാളികളുടെ നിരവധി ബിസിനസ് ഗ്രൂപ്പുകളും പ്രൊഫഷണൽ കൂട്ടായ്മകളും UAEയിലുണ്ട്. ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത് വഴി എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ എൻട്രി ലെവൽ ജോലികൾ കണ്ടെത്താനും ഇതുവഴി സഹായിക്കും. ഒപ്പം പഴയ മേഖലയിലെ അനുഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള CV ഒരിക്കലും പുതിയ ഫീൽഡിലേക്ക് അപേക്ഷിക്കുമ്പോൾ പാടില്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ഗുണം ചെയ്യില്ല. പകരം പുതിയ മേഖലയ്ക്ക് അനുയോജ്യമായത് എന്തിനാണോ അതിനാണ് കൂടുതൽ മുൻഗണന നൽകേണ്ടത്. 2026 ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന രാജ്യമായി UAE മാറാൻ പോകുകയാണ്. 50 ലക്ഷത്തിലധികം പുതിയ ജോലികളും വൻ ശമ്പള വർധനയുമാണ് വരാനിരിക്കുന്നത്. പ്രവാസികൾക്ക് ആശ്വാസമായി UAEയിലും സൗദിയിലും വരും വർഷങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും ശമ്പളത്തിൽ കാര്യമായ വർധനവുണ്ടാകുമെന്നും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിനാൽ 2026 ലോകത്തെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന രാജ്യം UAE ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തായ്യൻ ഗ്രൂപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UAEയിലെ 56% തൊഴിലുടമകളും അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. സൗദി അറേബ്യയിലും സമാനമായ രീതിയിൽ വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഗൾഫ് രാജ്യങ്ങൾ വരുമാനത്തിനായി എണ്ണയെ മാത്രം ആശ്രയിക്കാതെ മറ്റു മേഖലകളിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ. നേരത്തെ തന്നെ UAE ഈ കാര്യത്തിൽ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. സ്മാർട്ട് സിറ്റികൾ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ക്ലീൻ എനർജി എന്നിവയ്ക്കായി ഗൾഫ് സർക്കാരുകൾ കോടിക്കണക്കിന് രൂപയാണ് നിലവിൽ നിക്ഷേപിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഗൾഫിലെ സ്വകാര്യ മേഖലയിൽ മാത്രം ഏകദേശം 50 ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പ്രവാസികൾക്ക് ഇരട്ടി ആവേശമാണ് നൽകുന്നത്. ഇതിൽ ഭൂരിഭാഗവും സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആരോഗ്യ സംരക്ഷണം, ഊർജം എന്നീ മേഖലകളിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കും പുതുതായി വരാനിരിക്കുന്നവർക്കും വലിയ അവസരങ്ങൾ മുന്നിലുണ്ട്. നിലവിൽ ഗൾഫ് ഒരു ആഗോള സാങ്കേതിക കേന്ദ്രമായി പ്രതിദിനം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ AI, എഞ്ചിനീയറിംഗ്, സൈബർ സുരക്ഷ, ഡാറ്റാ സയൻസ് എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് വലിയ ഡിമാൻഡുണ്ട്. അതേസമയം ഉയർന്ന തലത്തിലും സാങ്കേതിക റോളുകളിലേക്കുമുള്ള നിയമനങ്ങൾ 40% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ഫിൻടെക്, നിയമം, ധനകാര്യം എന്നീ മേഖലകളിലും വലിയ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിവിൽ എനർജി പ്രൊഫഷണലുകൾക്കും നല്ല കാലമാണ് വരുന്നതെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. തൊഴിലവസരങ്ങൾക്കൊപ്പം തന്നെ ശമ്പളത്തിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. സൗദിയിൽ ശരാശരി 4.6%വും UAEയിൽ 4.1%വുമാണ് ശമ്പള വർധനവ് ഉണ്ടാകുക. എന്നാൽ AI, ഫിനാൻസ്, സാങ്കേതിക വിദഗ്ധർ എന്നിവർക്ക് 10%-ലധികം വർധനവ് ലഭിക്കുന്നതായാണ് വ്യക്തമാക്കുന്നത്. ഇതേസമയം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കേവലം ബിരുദങ്ങൾ ഉള്ളവരെക്കാൾ കൂടുതൽ തൊഴിൽ നൈപുണ്യമുള്ളവരെയാണ് കമ്പനികൾക്ക് ആവശ്യം. കാരണം 73% സ്ഥാപനങ്ങളും ഇപ്പോൾ സ്കിൽ അധിഷ്ഠിത നിയമനത്തിനാണ് മുൻഗണന നൽകുന്നത്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.